Okay, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു ദ സെക്കൻഡ് സെഷൻ. നമ്മൾ RRB SSC JE റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് സെഷൻ ആണ്. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നലെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. മെക്കാനിക്കൽ ക്ലാസ് ഒന്നുമില്ല, നാളെ മുതലാണ് മെക്കാനിക്കൽ ക്ലാസ്. ഫസ്റ്റ് 2 days നമ്മൾ ആസ് നോട്ടിഫൈഡ് ഏർലിയർ നമുക്ക് സിവിൽ ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ ആണ് മെക്കാനിക്കൽ ഉള്ളത് കേട്ടോ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ആൻസേഴ്സ് അറിയാമെങ്കിൽ അതിന്റെ മുറയ്ക്ക് കമന്റ് ചെയ്ത് പോയാൽ മതി. സോ നമുക്ക് വേഗം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോ ബി ആക്റ്റീവ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. സോ ഇൻ എ പ്രിസ്മാറ്റിക് കോമ്പസ്, the graduated ring attached to the compass moves with sight. Usage is not possible without a tripod. The needle remains stationary when the box is rotated. Whole circle bearings are calculated. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് റിഗാർഡിങ് പ്രിസ്മാറ്റിക് കോമ്പസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ വെബിനാറിന്റെ ആഡ് പോയപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ഡേയ്സ് സ്പെസിഫൈ ചെയ്ത് തന്നെയാണ് പോയത്. പിന്നെയും എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് 2 days സിവിൽ, പിന്നെ മെക്കാനിക്കൽ, പിന്നെ ഇലക്ട്രിക്കൽ. ആഫ്റ്റർ ദാറ്റ് ആണ് ഇലക്ട്രോണിക്സ് ഉള്ളത്. ഓക്കെ, സോ വാട്ട് ഇസ് എ കറക്റ്റ് ആൻസർ റിഗാർഡിംഗ് എ പ്രിസ്മാറ്റിക് കോമ്പസ്? വളരെ ബേസ്, ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. SSC Jയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ESയുടെ ക്വസ്റ്റ്യൻസ് ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ വാട്ട് ഇസ് എ കറക്റ്റ് ആൻസർ ഇൻ എ പ്രിസ്മാറ്റിക് കോമ്പസ്? Yes, option D, whole circle bearings are calculated. WCB-ലാണ് നമുക്ക് പ്രിസ്മാറ്റിക് കോമ്പസിൽ bearings കിട്ടുക. Yes, option D ആണ് correct answer. Next question, if the focal length of the object class is 25 cm and the distance from the object class to the Trunnion axis is 15 cm, the additive constant is. ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്ട് ക്ലാസ്സിൽ നിന്ന് ട്രണിയൻ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ അഡിറ്റീവ് കോൺസ്റ്റന്റ്? ടെക്യോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ഇസ് KS + C ആണ്. സോ നമുക്ക് അഡിറ്റീവ് കോൺസ്റ്റന്റ് ആയ C ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, സോ അഡിറ്റീവ് കോൺസ്റ്റന്റ് C എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? F + D. So what is the value of F? 25 plus so 25 centimeter ആണ്. So you can make it to meter. 0.25 plus 0.15, 0.40 meter. Option B, 0.4 meter ആണ് correct answer. meter. Next question, the whole circle bearing of a line is 287 degree 15 minute. Then the reduced bearing of that line is. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലെ പോലെ തന്നെ നമ്മൾ വരുന്ന ക്ലാസ്സിലെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ PDF ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റിയിൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കാണും, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഹോൾ സർക്കിൾ ബെയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 287 ഡിഗ്രി ആണല്ലേ. സോ യു ക്യാൻ ഡ്രോ നോർത്ത്, സൗത്ത് ആൻഡ് ദിസ് ഇസ് ഈസ്റ്റ്, ദിസ് ഇസ് വെസ്റ്റ്. നമുക്ക് ലൈനിന്റെ ഹോൾ സർക്കിൾ ബെയറിംഗ് 287 ഡിഗ്രി ആണ്. സോ സംവെയർ ഓവർ ഹിയർ ആണ് 287 ഡിഗ്രി 15 minutes. Then what is the reduced bearing? എന്തായാലും നോർത്ത് വെസ്റ്റിലായിരിക്കും ആൻസർ. സോ കാൽക്കുലേറ്റ് ചെയ്യാതെ ഓപ്ഷൻ സിയിലേക്ക് പോകാൻ പറ്റും. അതർവൈസ് 360 നിന്ന് കുറച്ചാൽ മതി. 360 minus 287 degree 16 minutes. So 72 degree 45 minutes. Best option C. Next question, the forebearing of the line AB and BC are 40 degree and 120 degree respectively. Then the included angle between AB and BC is.
എ ബി ഉണ്ട്, ബി സി ഉണ്ട് അല്ലേ. ഇവരുടെ ഫോർ ബെയറിംഗ് വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഇവരുടെ ഇടയ്ക്കുള്ള ഇൻക്ലൂഡ് ആംഗിൾ, അതായത് ആംഗിൾ എ ബി സി ആണ് വേണ്ടത്. ഓക്കെ, സോ ബി ആണ് നമ്മുടെ നടുക്ക് വരുന്ന ലെറ്റർ. സോ രണ്ട് ബെയറിങ്ങും ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ 120 ഡിഗ്രി എന്ത് തന്നെയാണ്, ബി വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ എ ബി ആണ് നമുക്ക് 40 ഡിഗ്രി ബെയറിംഗ് തന്നിരിക്കുന്നത്. സോ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് ബി ആക്കി മാറ്റുക. സോ 180 പ്ലസ് 40 which is equal to 220. ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? യു ക്യാൻ സബ്ട്രാക്ട് അല്ലേ, സബ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി. Therefore angle ABC is equal to 220 minus 120. That is 100 ഡിഗ്രി വരും. പക്ഷെ നമുക്ക് 100 ഡിഗ്രി എന്നുള്ളത് എക്സ്റ്റേണൽ ആംഗിൾ ആയിട്ട് വരും. സോ ഇന്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി 360 minus 100 which is equal to 260 degree. Option D, 260 degree. Next question, the principle of working of optical square is based on. Optical square and working principle എന്താണെന്നുള്ളത്? Double reflection, double refraction, reflection, refraction. കമന്റ് ചെയ്തോളൂ. ഒപ്റ്റിക്കൽ സ്ക്വയറിനകത്ത് രണ്ട് മിറേഴ്സ് ഉണ്ട്. ഈ രണ്ട് മിറേഴ്സിലും നമ്മുടെ ലൈറ്റ് റേസ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ രണ്ട് തവണ റിഫ്ലക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ജസ്റ്റ് ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഓപ്ഷൻ എ, ഡബിൾ റിഫ്ലക്ഷൻ. Okay, next question. The distance between center of support of an overhanging simply supported beam is L and length on overhang on each side is A. Then what percentage of the total length should A the overhang so that the bending moment is 0 at the center? അപ്പോൾ നമ്മൾ ഓവർഹാങ്ങിങ് ബീമിന്റെ കേസിൽ ആകെ ഒരു കണ്ടീഷൻ പഠിക്കാറുണ്ട്. അതായത് നമുക്ക് ഇതുപോലെ മൊത്തം UDL വരുന്ന കേസിൽ നമുക്കറിയാം മൊത്തം ഓവർഹാങ്ങിന്റെ ഇടയിലുള്ള, അല്ലാതെ നമ്മുടെ സപ്പോർട്ടുകളുടെ ഇടയിലുള്ള ലെങ്ത് എല്ലും അതുപോലെ തന്നെ ഓവർഹാങ് എന്ന് പറയുന്നത് സ്മോൾ എയും ആണെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L+2A. ഓവർഹാങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? A/L+2A എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു 0 അറ്റ് ദ സെന്റർ. ബെൻഡിങ് മൊമെന്റ് ഇപ്പൊ C എന്നുള്ളതാണ് സപ്പോർട്ട് സെന്റർ എന്ന് വിചാരിക്കുക. AB സപ്പോർട്ട്സ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് C ഇക്വേഷൻ എഴുതിയാൽ മതി. വാട്ട് ഇസ് ദാറ്റ്? W/8 into L² minus A². ഇത് 0 ആണ്. എന്തായാലും W 0 ആവത്തില്ല. Therefore L² is equal to A². That is L is equal to A. L is equal to A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A/3A. വാട്ട് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. A/L+2A. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് L² is equal to A² എന്ന് കിട്ടും. L² minus 4A² is equal to L² minus A² അല്ല, L² minus 4A² is equal to 0. That is L² is equal to 4A² or L is equal to 2A. അപ്പോൾ നമുക്ക് A/4A into 100 ഇത്രയും പെർസെൻറ്റേജ് ആണ്. 1/4. So your answer is 25%. Option B. Next question. Simply supported, ഇത് നമ്മൾ ഓവർഹാങ്ങിങ് ബീമിന്റെ തന്നെ ക്വസ്റ്റൻ ആണ്. The distance between the center of the support of an overhanging simply support beam is L and the length on overhang on each side is A. Magnitude of bending moment at support is equal to bending moment at the center. Then what is the relation between A and L? അടുത്ത നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് ബെൻഡിങ് മൊമെന്റ് at the C നമ്മൾ പറഞ്ഞായിരുന്നു WA/8 into L² minus 4A² ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് WA²/2 വരും നമ്മുടെ സപ്പോർട്ടുകളുടെ ബെൻഡിങ് മൊമെന്റ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എയും എല്ലും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇതൊക്കെ അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ് L is equal to 2√2A എന്നുള്ളതാണ് റിലേഷൻ. ഓർത്ത് വെച്ചാൽ മതി. ഞാനിത് ഈ നമ്മുടെ ഓവർഹാങ്ങിങ് ബീംസിന്റെ ക്ലാസ്സിൽ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് റിലേഷൻസ് ആണ് ഓർക്കേണ്ടത്. ആ റിലേഷൻസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മാത്രമേ ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ ഓവർഹാങ്ങിങ് ബീമിൽ നിന്ന് കേട്ടോ. At the question, in a beam at a section carrying shear force F, the shear stress is maximum at bottom fiber, mid depth, neutral surface, topmost fiber. നമ്മുടെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എവിടെയായിരിക്കും ഏറ്റവും മാക്സിമം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമുക്ക് എന്തായാലും എൻഡുകളിൽ എന്തായിരിക്കും 0 ആയിരിക്കും. മാക്സിമം വരിക ന്യൂട്രൽ സർഫസിലായിരിക്കും. എല്ലാ കേസിലും ഐ സെക്ഷൻ എന്നൊന്നും പറയാത്തതുകൊണ്ട് ജനറലി സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂട്രൽ സർഫസ് എന്നുള്ള ആൻസറിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് ടു ആവറേജ് ഷിയർ സ്ട്രെസ് ഓഫ് സർക്കുലർ ബീം. സർക്കുലർ ബീമിന്റെ അതുപോലെ തന്നെ റെക്ടാങ്കുലർ ബീമിന്റെ, ഡയമണ്ട് ഷേപ്പിന്റെ, ട്രയാങ്കിളിന്റെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ സർക്കിളിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. സർക്കിളിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് ടു ആവറേജ് ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ഇസ് 4/3. അടുത്ത ക്വസ്റ്റ്യൻ, a bar of length 1 meter, diameter 50 mm, fixed between two rigid support. The initial tensile stress in the bar is 10 megapascal at a temperature of 10 degrees Celsius. Determine the stress induced in the bar if the temperature is rising to 15 degrees Celsius. E is equal to 200 gigapascal and alpha is equal to 10 into 10 raised to minus 6. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ബാർ ഉണ്ട്. ആ ബാറ് ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഇനിഷ്യൽ ടെൻസൈൽ സ്ട്രെസ് 10 മെഗാപാസ്കൽ ആണ്. അങ്ങനെയാണ് നമുക്ക് ടെമ്പറേച്ചർ 10 ഡിഗ്രിയിൽ നിന്ന് 15 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ എത്ര സ്ട്രെസ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാം. നമുക്കറിയാം തെർമൽ സ്ട്രെസ് ആണ്, ബിക്കോസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ആൽഫ ഡെൽറ്റ ടി ആണ് നമ്മുടെ സ്ട്രെസ് ഇൻറ്റു ഇ സ്ട്രെയിൻ. അതിൻ്റെ കൂടെ ഇ ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ സ്ട്രെസ് ആയി. സോ ആൽഫയുടെ വാല്യൂ 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 ഇൻറ്റു ഡെൽറ്റ ടി 10ൽ നിന്നും 15 ആണ്. സോ 5, 15 മൈനസ് 10 ഇൻറ്റു ഈയുടെ വാല്യൂ 200 ഇൻറ്റു 10 റേസ് ടു 3. So you will get the answer as 3, 5, 6, 5 into 10 വരും അല്ലേ, 10 മെഗാപാസ്കൽ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യൽ സ്ട്രെസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇനിഷ്യലി നമുക്കൊരു സ്ട്രെസ് 10 ഉണ്ട്. തെർമൽ സ്ട്രെസ് എത്രയാണ്? നമുക്ക് 10 ആണ്. സോ നെറ്റ് സ്ട്രെസ് എത്രയാണ് നമുക്ക് വരിക? യെസ്, ഇനിഷ്യൽ ടെൻസൈൽ സ്ട്രെസ് 10 ആണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ബാർ വലിഞ്ഞു നീളും. ബാർ വലിയാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് സ്ട്രെസ്? കംപ്രസീവ് സ്ട്രെസ് ആണ്. സോ ഈ തെർമൽ സ്ട്രെസിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ 10 minus 10 which is equal to 0. Sorry, option A, 10 megapascal is correct answer. Sorry. Next question, bending strain ratio on top and bottom of a triangular section is. ഒരു ട്രയാങ്കുലർ സെക്ഷന്റെ ടോപ്പിലും ബോട്ടത്തിലുമുള്ള ബെൻഡിങ് സ്ട്രെയിൻ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആരും ആൻസേഴ്സ് ഒന്നും പറയുന്നില്ല. ദാറ്റ് ഇസ് എപ്സിലോൺ ടോപ്പ് ബൈ എപ്സിലോൺ ബോട്ടം. നമ്മൾ ക്ലാസ്സിൽ എടുത്ത പോർഷൻ ആണ്. പ്ലസ് വൈ ബൈ ആർ ഡിവൈഡഡ് ബൈ മൈനസ് വൈ ബൈ ആർ. അപ്പം ഇവിടെയാണ് ന്യൂട്രൽ ആക്സസ് എങ്കിൽ പ്ലസ് വൈ ബൈ ആർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സസിന്റെ മുകളിലുള്ള ഡിസ്റ്റൻസ്. നമുക്ക് ഇവിടെ നിന്നും എത്രയാണ്? h/3 ഡിസ്റ്റൻസ് ആണ്. ആൻഡ് മുകളിൽ നിന്ന് 2h/3 ആണ്. സോ r സെയിം ആണ്. 2h/3 ഡിവൈഡഡ് ബൈ h/3. ദാറ്റ് ഇസ് 2 minus 2. Option B, minus 2 is the ratio. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് ലീസ്റ്റ് ഇലാസ്റ്റിക്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ SSCGയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് മിക്കവാറും ലീസ്റ്റ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പോയിസൺസ് റേഷ്യോ മാക്സിമം വരുന്ന റബ്ബർ ആണ്. അതിന്റെ വാല്യൂ പോയിസൺസ് റേഷ്യോ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ദ മെറ്റീരിയൽ വിച്ച് ഇസ് ലീസ്റ്റ് ഇലാസ്റ്റിക് ഹാസ് എ പോയിസൺസ് റേഷ്യോ 0.5 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, if the soil sample is having porosity 15% and the degree of saturation at 90%, then the percentage of air voids is. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പോറോസിറ്റി 50%, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 90% ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പ്ലസ് എയർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. എയർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 minus 0.9 which is equal to 0.1 എന്ന് വരും അല്ലെ, 0.1 എന്ന് വരും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് എയർ വോയിഡ്സ് NA is equal to N into എയർ കണ്ടന്റ്. എന്നിന്റെ വാല്യൂ നമുക്ക് 0.5 എന്ന് തന്നിട്ടുണ്ട്. 0.5 into 0.1 that is 50%. എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഓപ്ഷൻ നമ്മുടെ ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്ത് എഴുതിയാൽ മതി. Next question, pyranometer is used to determine water content and void ratio, specific gravity and dry density. Water content and specific gravity, none of these.
എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാട്ടർ കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. Next question, toughness index is defined as the ratio of plasticity index to consistency index, plasticity index to flow index, liquidity index to flow index, consistency index to liquidity index. എന്താണ് toughness index എന്ന് പറഞ്ഞാൽ? Yes, IP by IF അല്ലേ? Toughness index IT is equal to plasticity index to flow index. ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ഇതൊക്കെ. Yes, option B. Next question, slate is formed by the metamorphic action on. ഏത് സ്റ്റോണിലുള്ള മെറ്റമോർഫിക് ആക്ഷൻ വഴിയാണ് സ്ലേറ്റ് ഫോം ചെയ്യുന്നത്? ഷെയിൽ, ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, ഗ്രാനൈറ്റ്. ഇതും ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സ്ലേറ്റ് ഫോം ചെയ്യുന്നത്? മെറ്റമോർഫിക് ആക്ഷൻ ഓൺ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു സിമിലാരിറ്റി വെച്ച് തന്നെ എഴുതാൻ പറ്റും അല്ലേ? ഏതാണ്? ഷെയിൽ. Shale get converts to slate. Next question, the practical limit of moisture content achieved in air drying of timber. ഇതും നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരുപാട് തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് 15%. ഓപ്ഷൻ ബി. Yes, option B. B correct ആണ്. Then first class timber has an average life of. ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. Less than 1 year, 1 to 5 years, 5 to 10 years, more than 10 years. ഫസ്റ്റ് ക്ലാസ് ടിമ്പർ എന്ന് അറിയപ്പെടുന്ന മോർ ദാൻ 10 years ആവറേജ് ലൈഫ് ഉള്ളതാണ്. മാത്രമല്ല അവരുടെ പ്രത്യേകത ദേ വിൽ ബി ഹാവിങ് ഹൈ ഡ്യൂറബിലിറ്റി ആയിരിക്കും കേട്ടോ. ഹൈ ഡ്യൂറബിലിറ്റി ആയിരിക്കും. ഡി ആണ്. ഇനി നമുക്ക് 5 മുതൽ 10 വർഷം വരെയാണ് അതിൻ്റെ ലൈഫ് എങ്കിൽ നമുക്ക് മോഡറേറ്റ് ഡ്യൂറബിലിറ്റി ആണ്. ഓക്കെ. ഇനി ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 5 ആണെങ്കിൽ ലോ ഡ്യൂറബിലിറ്റി ആണ്. ഡ്യൂറബിലിറ്റി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു IS സ്പെസിഫിക്കേഷൻ ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആഫ്റ്റർ 3 days ഷാൽ നോട്ട് ബി ലെസ് ദാൻ. 3 ദിവസത്തിന് ശേഷമുള്ള കംപ്രസീവ് സ്ട്രെങ്ത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ എത്രയാണ്? 16 MPa. ഓപ്ഷൻ സി 16 MPa. Next question, irrigation water having SAR value of 20 is called very high sodium water, high sodium water, medium sodium water, low sodium water. SAR വാല്യൂ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം സോഡിയത്തിൻ്റെ കോണ്ടന്റ് അനുസരിച്ച്. സോ ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് എ വാല്യൂ ഓഫ് 5 to 10 ആണെങ്കിൽ നമുക്കിതിനെ ലോ സോഡിയം വാട്ടർ എന്ന് പറയാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് 10 to 18 ആണെങ്കിൽ മീഡിയം സോഡിയം വാട്ടർ എന്ന് പറയാം. ഇനി ഇഫ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 18 to 26 ആണെങ്കിൽ ഹൈ സോഡിയം വാട്ടർ എന്ന് പറയാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 26 വെരി ഹൈ. സോ ഇവിടെ നമുക്ക് 20 ആണ് തന്നിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി യുവർ ആൻസർ? ഇറ്റ് ഈസ് ഹൈ സോഡിയം. 18 to 26 വരുന്നത് ഹൈ സോഡിയം ആണ്. സോ ഓപ്ഷൻ ബി ഹൈ സോഡിയം വാട്ടർ. At the question, Kennedy in his silt theory assumed that the silt is kept in suspension due to eddies generated from. Kennedy's theory പ്രകാരം സിൽട്ട് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡീസ് ജനറേറ്റ് ചെയ്യും. അത് കാരണമാണ് സിൽട്ട് സസ്പെൻഷനിൽ നിൽക്കുന്നത്. ഈ എഡീസ് ബെഡ് വഴിയുള്ളതാണോ സൈഡിൽ നിന്നാണോ ഹോൾ പെരിമീറ്റർ എന്നുള്ളതാണോ എന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ എഡീസ് ബെഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എഡീസ് മാത്രമാണ് നമ്മുടെ സിൽട്ടിന് സസ്പെൻഷനിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കെനഡി സിൽട്ട് തിയറി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എ പമ്പ് ആഫ്റ്റർ 5 years if annual depreciation value is 200, original cost of the pump is 3000 and useful life of the pump is 10 years.
ആദ്യം ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. സോ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 3000 ആണ്. ആനുവൽ ഡിപ്രീസിയേഷൻ വാല്യൂ 200 ആണ്. അപ്പോൾ ഒരു വർഷമാണ് 200 പോകുന്നത്. 5 വർഷം ആകുമ്പോഴത്തേക്ക് എത്ര ആവും? 1000 ആവും അല്ലേ? സോ 2000 ആണ് വരിക. ഓപ്ഷൻ ഡി 2000. Next question, strain energy stored in a solid is given as half into stress into strain into volume. Option D ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. പിന്നെ എനിക്ക് സൗണ്ട് ഒരു ഇഷ്യൂ ഉണ്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് ആൻസർ ഒന്നും പറയാൻ വെയിറ്റ് ചെയ്യാത്തത്. അത്രയും ടൈം വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ഇതുണ്ട്. ഓക്കെ, ഇപ്പോൾ 0.5 ഇൻറ്റു അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം ആണ് നമ്മുടെ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ സോളിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ഹോളോ ഷാഫ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ 10 and 5 cm respectively, the torsional sectional modulus will be. ടോർഷണൽ സെക്ഷണൽ മോഡുലസ് എന്ന് പറഞ്ഞാൽ J/R ആണ്. J നമുക്കറിയാം π/64 ഇൻറ്റു ക്യാപിറ്റൽ D⁴ മൈനസ് സ്മോൾ D⁴ ഡിവൈഡഡ് ബൈ D/2 ആണ് നമ്മുടെ വാല്യൂ വരിക. സോ നമുക്ക് π/32 ഇൻറ്റു capital D 10⁴ minus 5⁴ divided by capital D 10. So ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അത്. സോ if you do the calculations നമുക്ക് കിട്ടുന്ന ആൻസർ 184 cm³ ആണ്. π/32 ഇൻറ്റു 10² the whole square minus 5² the whole square divided by 10. So π/32 into 100 plus 25 into 100 minus 25. A plus B into A minus B. Formula ചെയ്താൽ മതി. So π/32 into 125 into 75 divided by 10. 184 cm³. Option A. Next question, for a pin jointed plane structure to be statically determined, the necessary condition is. എന്താണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിൻഡ്? M is the number of members, unknown reactions ആണ് R, J number of joints ആണെങ്കിൽ M plus R is equal to 2J. Option A is the correct answer. Next question, bending moment coefficient and shear coefficient for continuous beams of uniform cross section as per IS 456 table 12 and 13 may be used only when spans do not differ to the longest span by 15%, 20%, 10%, 12%. ഇത് IS 456ന്റെ കോഡൽ പ്രൊവിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ടേബിൾ 12 13 പ്രകാരമുള്ള ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യന്റും ഷിയർ കോഎഫിഷ്യന്റും കണ്ടിന്യൂസ് ബീമിന്റെ വാല്യൂ ആണ്. ഇതിന്റെ വേരിയേഷൻ ഡു നോട്ട് റിഫർ ബൈ ഓപ്ഷൻ എ 15% ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 15% is the correct answer. Next question, as per IS 800-1984, the lacing of compression member shall be proportion to resist the total transverse shear S is equal to at least. നമ്മുടെ ആ ഒരു കോളത്തിന്റെ പുറത്ത് വരുന്ന ആക്സൽ ലോഡിന്റെ 2.5% റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, ലേസിങ്ങിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ലേസിംഗ് ഡിസൈൻ ചെയ്യുന്ന ഏത് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ട്രാൻസ്വേഴ്സ് ഷിയറിന് വേണ്ടിയിട്ടാണ്. ഈ ട്രാൻസ്വേഴ്സ് ഷിയറിന്റെ വാല്യൂ എത്രയാണ്? 2.5% ഓഫ് ആക്സൽ ലോഡ്. കോളത്തിൽ വരുന്ന ആക്സൽ ലോഡിന്റെ 2.5%. Which of the following box compound of cement liberates maximum heat of hydration? അപ്പൊ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൊടുക്കുന്ന ബോക്സ് കോമ്പൗണ്ട് ഏതാണ്? ഈ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ SSCക്ക് എന്തായാലും ഉറപ്പാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ആദ്യം ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് എ എന്ന് പറയുന്ന ലെറ്റർ ആദ്യമാണ് C3A. സോ C3A ആണ് നമുക്ക് ആദ്യം ജനറേറ്റ് ചെയ്യുന്ന ഈ കൂട്ടത്തിലുള്ള. സോ അതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, a loose uniform sand with rounded grains has effective grain size of 0.05 cm. Coefficient of permeability of the sand is. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി K നമുക്ക് സൈസ് മാത്രം തന്നു കഴിഞ്ഞാൽ C(d10)² എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. C is a constant whose value is 100 ആണ്. D10 എത്രയാണ് ഇവിടെ നമുക്ക്
സെന്റിമീറ്ററിലാണ് ആൻസറും 20 സെന്റിമീറ്ററിലാണ് 0.05 സ്ക്വയർ. ഇത്ര ഒരു 0.25 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്, 0.25 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Footing is resting on fully saturated clay strata. For checking initial stability, shear parameters are used from consolidated undrained test. Unconsolidated ഇത് drained ആണ്. ഓപ്ഷൻ സി unconsolidated undrained test. Unconsolidated undrained test core pressure measurement. നമുക്ക് ഇനിഷ്യൽ സ്റ്റെബിലിറ്റി കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അതുപോലെ ഫുള്ളി സാച്ചുറേറ്റഡ് ക്ലേ സ്ട്രാറ്റത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ഇനിഷ്യൽ സ്റ്റെബിലിറ്റി മാത്രം മതി. അപ്പോൾ ഇനിഷ്യലി നമ്മൾ അൺസോൾഡേറ്റഡ് വെച്ചിട്ട് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഡ്രെയിൻഡ് കൊടുക്കാം. സോ അൺകൺസോൾഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ടർബുലന്റ് ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പ് ഇസ് യൂണിഫോം, ലീനിയർ, പാരാബോളിക്, ലോഗരിതമിക്. ഇത് വളരെ സിമ്പിൾ ആണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? ലോഗരിതമിക് ആയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ ഓപ്ഷൻ തരാം. വാട്ട് ഇസ് ദ ഹെഡ് ലോസ് ഇൻ പൈപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ ആണ്. ഓവർ എ ലെങ്ത് ഓഫ് 30 കിലോമീറ്റർ ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ഇസ് 80 സെന്റിമീറ്റർ, ഫ്ലോ വെലോസിറ്റി 30 സെന്റിമീറ്റർ പെർ സെക്കൻഡ്, ടേക്ക് ഫ്രിക്ഷൻ ഫാക്ടർ ആസ് 0.032. A 40 സെന്റിമീറ്റർ, B 4.5 സെന്റിമീറ്റർ, C 5.5 സെന്റിമീറ്റർ ആൻഡ് ഓപ്ഷൻ D 10 സെന്റിമീറ്റർ. FL V square by 2GD. എഫിൻ്റെ വാല്യൂ 0.032, ലെങ്ത് 30 കിലോമീറ്റർ ആണ്. 30 into 10 raised to 5 into V square. 30 square divided by 900 ആണ്. 2 into 10 into D യുടെ വാല്യൂ 80 സെന്റിമീറ്റർ. by 2 into 800. So what is the answer? See, 5.5 centimeters. Next question. The imaginary line passing through the intersection of crosshairs and the optical center of the objective is known as. Cross section intersection of optical center of the objective line line of sight. Okay. Positive error is caused if length of the chain is shorter than the standard, slope and sag corrections are applied, measurements are made along the incorrectly aligned line. നമുക്കറിയാം length of the chain is shorter than the standard. Length കുറവാണ്. So measured distance എന്തായിരിക്കും? കൂടുതലായിരിക്കും. So error എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. Measured distance greater than actual distance. So error is positive. Slope and sag corrections are not applied. അത് അപ്ലൈ ചെയ്ത് കൊടുത്താലേ നെഗറ്റീവ് വരൂ. അത് അല്ലാത്ത പക്ഷം അത് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? So it is positive. Measurements are made along the incorrectly aligned line. അതും അങ്ങനെ തന്നെയാണ്. നമുക്ക് ലെങ്തിന് മെഷേർഡ് ഡിസ്റ്റൻസ് കൂടുതലായിട്ട് വരും. So error is positive. So your answer is option D. All options are correct. അടുത്ത ക്വസ്റ്റ്യൻ. A flyover segregates traffic with respect to direction, grade, speed, class of vehicle. നമുക്കറിയാം ഫ്ലൈ ഓവർ ഒക്കെ വരുന്നത് നമ്മുടെ ഇന്റർചേഞ്ചസിനകത്താണ് വരുന്നത്. നമുക്കറിയാം ഇന്റർസെക്ഷൻസും ഉണ്ട്, ഇന്റർചേഞ്ചസും ഉണ്ട്. ഇന്റർസെക്ഷൻസ് എന്ന് പറഞ്ഞാൽ റോഡെല്ലാം ഒരേ ലെവലിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇന്റർസെക്ഷൻ. പല ലെവലിലാണെങ്കിൽ നമ്മൾ, അതായത് ഇപ്പം മുകളിലും താഴെ അങ്ങനെ പല ലെവലാണെങ്കിൽ ഇന്റർചേഞ്ചസ് കൊടുക്കും. അതായത് ഗ്രേഡിയന്റ് പ്രകാരം പല ഗ്രേഡിയന്റ് ആണെങ്കിൽ നമ്മൾ ഫ്ലൈ ഓവർ കൊടുക്കും. സോ ഫ്ലൈ ഓവർ ഗ്രേഡ് അനുസരിച്ചാണ് ട്രാഫിക്കിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. The next question, which of the following assumption is a correct assumption of Kennedy's theory? Kennedy's theoryയുടെ correct assumption ഏതാണ് എന്നുള്ളതാണ്.
Shape of Regime channel is semicircular. Silt is in suspension due to buoyancy force. Silt is in suspension due to eddy formed from the bottom of the channel. Silt is in suspension due to the eddy formed from the wetted perimeter of the channel. So what is the correct answer? Which of the following statement is a correct assumption എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. യെസ്, ഓപ്ഷൻ സി ആണ്. സിൽട്ട് ഇസ് ഇൻ സസ്പെൻഷൻ ഡ്യൂ ടു ദ എഡ്ഡി ഫോംഡ് ബൈ ദ ബോട്ടം ഓഫ് ദ ചാനൽ. Next question, calculate the runoff in centimeter from a rainfall of 3 hours. The intensity of rainfall is 2 centimeter per hour and evaporation and infiltration losses are 6 and 18 mm. So 8 and 16 mm. ഓക്കെ, നമുക്ക് റൺ ഓഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെയിൻഫോൾ ഇന്റൻസിറ്റി 3 hours ആണ്. 3 hours റെയിൻഫോൾ നടക്കുന്നത്. ഇന്റൻസിറ്റി 2 centimeter per hour ആണ്. സോ നമുക്ക് ടോട്ടൽ ഇന്റൻസിറ്റി എത്ര വരും? 2 centimeter per hour. ടോട്ടലി 3 hours ഉണ്ട്. സോ 6 centimeter ആണ് ടോട്ടൽ ഇന്റൻസിറ്റി. നമുക്ക് ലോസസ് എത്ര തന്നിട്ടുണ്ട്? 8 mm അതുപോലെ തന്നെ 16 mm. അപ്പോൾ ഈ 6 centimeterൽ നിന്നും നമ്മുടെ 8 mm അതായത് 0.8 centimeter മൈനസ് 1.6 നമ്മൾ കുറച്ചാൽ മതി. So your answer will be എത്ര വരും? Yes, option C 3.6 centimeter. Next question, if two exactly same pumps are running at the same speed and lift water at the head of 20 meter and 30 meter respectively, what is the diameter of the impeller of the second pump if the diameter of the impeller of the first pump is 500 mm? രണ്ട് പമ്പ് ഉണ്ട്. ആ പമ്പ് നമ്മൾ ഒരേ സ്പീഡിലാണ്, അതുപോലെ തന്നെ രണ്ട് ഹെഡിലാണ് വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പമ്പിന്റെ ഇമ്പല്ലറിന്റെ ഡയമീറ്റർ എത്രയാണ്? ഫസ്റ്റ് പമ്പിന്റെ ഇമ്പല്ലർ ഡയമീറ്റർ 50 mm ആണെങ്കിൽ. സോ നമുക്കറിയാം യു ഇസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു 5dn/60. n എന്ന് പറയുന്ന സ്പീഡ് ഇൻ ടേം ഇത് ഡിപ്പെൻസ് അപ്പോൺ എന്താണ്? നമുക്ക് ഹെഡിനെ ആണ് അറിയാം. സോ റൂട്ട് എച്ച് പറഞ്ഞിട്ട് റൂട്ട് എച്ച് വെച്ചിട്ടാണ് നമ്മൾ പറയാം. സോ യു ക്യാൻ റിലേറ്റ് d1/d2 is equal to root of h1/h2. ഹെഡുകൾ രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. what is the diameter of the impeller of the second pump ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പമ്പിന്റെ 500 mm. 500 divided by d2 is equal to root of 22/3. So what is the value? d2. 500 into root of 3/2. So 612.5. എന്തായാലും എയും ബിയും വരത്തില്ലെന്ന് അറിയാം. ഇൻഡു ചെയ്തിരിക്കല്ലേ ഏതോ ഒരു വാല്യൂ വെച്ചിട്ട്. സോ എന്തായാലും അതിനേക്കാളും കൂടിയ വാല്യൂ വരത്തുള്ളൂ. സോ ഓപ്ഷൻ സി 612 ആണ് കറക്റ്റ് ആൻസർ വരെ. 612.5 ചെയ്ത് നോക്കണേ. Okay, apart from inertial force, which of the following forces is most important in motion of submarines underwater? Submarines underwater inertia force കൂടാണ്ട് ഏത് ഫോഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ്, സർഫസ് ടെൻഷൻ ഫോഴ്സ്. നമുക്കറിയാം സബ്മറൈൻസ് അണ്ടർ വാട്ടർ ആയതുകൊണ്ട് which will be the dominating force? Viscous force. അടുത്ത question, for a laminar flow through a channel, Reynolds number F given is 1500. What is the friction factor? The option വേണ്ടായിരിക്കും അല്ലേ? എന്നാലും ഞാൻ തരാം. ഓപ്ഷൻ എ is 0.1, ഓപ്ഷൻ ബി is 0.086 and option C is 0.042 and option D is 0.0054. Okay, so what is the friction factor? Friction factor is equal to 64/RE. 64/1500. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദിസ് റിലേഷൻ. അപ്പോൾ എത്ര വരും? 64/1500. 32/750. 375. ആൻസർ ഓപ്ഷൻ സി 0.042 എന്ന് വരും. Flow between parallel plates of infinite extent is considered as one-dimensional, two-dimensional, three-dimensional, none of these. രണ്ട് ഇൻഫിനിറ്റ് എക്സ്റ്റെൻഡിലാണ്, പാരലൽ പ്ലേറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് 2-dimensional. Next question, the shear strength in plastic contained clay is due to
എങ്ങനെയാണ് കിട്ടുന്നത്? ഇന്റർഗ്രാനുലർ ഫ്രിക്ഷൻ, ഇന്റേണൽ ഫ്രിക്ഷൻ, കോഹഷൻ, നൺ ഓഫ് ദീസ്. So what is the answer? Plastic contained clay. To cohesion. Yes, option C, cohesion. Next question. The negative value of the group index of a soil is reported as positive value of the same magnitude, dropping the negative sign, 0. Negative value as the GI may be negative. GI is reported as non-existent. നമ്മൾ എന്താ പറയുന്നത്? നെഗറ്റീവ് കിട്ടിയാലും ഗ്രൂപ്പ് ഇൻഡെക്സ് 0 ആയിട്ടാണ് എടുക്കാറ്. Then, which of the following represents the approximate overflow rate for plain sedimentation tank? Plain sedimentation tank in overflow rate in liters per hour per meter square 800 to 1200. Next question. The trap which is provided to disconnect the house drain from the street saver is called. It is an intercepting trap. Then, which of the following is a dummy activity? Excavate the foundation, waiting for the arrival of concrete materials, lay the foundation concrete, cure the foundation concrete. നമുക്കറിയാം ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസോഴ്സസ് ഒന്നും തന്നെ ആവശ്യമില്ല. അത് വെയിറ്റിംഗ് ആണ് അല്ലേ? എക്സ്കവേറ്റ് ചെയ്യാൻ റിസോഴ്സസ് വേണം, ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ലേ ചെയ്യാനായിട്ട് വേണം, ക്യൂറിങ്ങിനും വേണം. പക്ഷെ വെയിറ്റിങ്ങിന് നമുക്ക് റിസോഴ്സ് ഒന്നും ആവശ്യമില്ല. So it can be considered as a dummy activity. Then a cement concrete road is 1000 meter long, 8 meter wide and 15 centimeter thick over the subgrade of 10 centimeter thick gravel. The box cutting in road crust will be. അതായത് ഒരു സിമെന്റ് കോൺക്രീറ്റ് റോഡാണ്, അതിന്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 1000 മീറ്റർ ആണ്, 8 മീറ്റർ വൈഡ് ആണ്, 15 സെന്റിമീറ്റർ തിക്നെസ് ആണ്. അത് കൊടുത്തിരിക്കുന്നത് ഒരു സബ്ഗ്രേഡിന്, ഗ്രേവൽ സബ്ഗ്രേഡിന്റെ പുറത്താണ്. അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. സോ എത്ര കട്ടിങ് കൊടുക്കണം? ഇത് 15ഉം ഇത് 10ഉം ആണ്, സെന്റിമീറ്ററിലാണ്. സോ നമുക്ക് അതിന്റെ ബോക്സ് കട്ടിങ് ഇൻ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് 8 മീറ്റർ ഇൻറ്റു ടോട്ടൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ 15 + 10 ആണ്. സോ 25, അതായത് 0.25 മീറ്റർ. 0.25 എങ്ങനെ വന്നു? 0.15 + 10. അതാണ് ടോട്ടൽ ഹൈറ്റ് വരെ അല്ലെങ്കിൽ തിക്നെസ് വരെ. അതാണ് നമുക്ക് ടോട്ടലി കട്ട് ചെയ്തെടുക്കേണ്ട സംഭവം, വോളിയം ആയിട്ട് എടുക്കണം. സോ എത്ര വരും? Yes, 2000 meter cube. Other question, which of the following represents a moisture content in properly seasoned timber? Properly seasoned timber ന്റെ yes 2000 ആണ് കേട്ടോ ആൻസർ. പ്രോപ്പർലി സീസൺഡ് ടിമ്പറിന്റെ വാല്യൂ മോയ്സ്ചർ കണ്ടന്റ് 10 മുതൽ 12% വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് കവർ പ്ലേസ് ഓഫ് എ ബിൽഡപ്പ് ബീം ആൻഡ് അലവൻസ് ഫോർ റിവറ്റ് ഹോൾസ് ടു ബി ആഡഡ്. നമുക്ക് ബിൽഡപ്പ് ഏരിയ കവർ പ്ലേസിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവറ്റ് ഹോൾസിന് കൊടുക്കേണ്ട അലവൻസ് 13% ആണ്. ഓപ്ഷൻ ബി 13%. Next question. The equivalent length of a column of length L having one end fixed and other end free. ഒരു എൻഡ് ഫിക്സഡും അടുത്ത എൻഡ് ഫ്രീ. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫ്രീ ആണ്. √2 × √2 ദാറ്റ് ഇസ് 2L. സോ സെക്കൻഡ് ടേമിൽ ഡി എന്ന് പറയുന്ന ടേമിലില്ല. സോ 2 എന്ന് പറയുന്ന ടേം ന്യൂമറേറ്ററിലാണ് കൊടുക്കുന്നത് 2L. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ തിൻ സിലിണ്ടറിക്കൽ ഷെൽ ദ റേഷ്യോ ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ഹൂപ്പ് സ്ട്രെസ്. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് എത്രയാണ്? PD/40 and hoop stress PD/2T. So longitudinal to hoop stress PD/40 into 2T/PD. So 1/2, which is equal to 0.5. Option A 0.5. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മളൊരു 57 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. ഞാനധികം ഗ്യാപ്പ് ഇടാതെ, നമുക്ക് കൗണ്ട് കുറവായതുകൊണ്ട് അധികം ഗ്യാപ്പ് ഇടാതെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് 1 hour മുമ്പേ തീർന്നത്. സോ SSC JEE റിലേറ്റഡ് ഇനി നമുക്ക് വെബിനാർസ് ഉണ്ടാവും.
ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. കമ്മ്യൂണിറ്റി ലിങ്ക് വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും യൂട്യൂബിൽ. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ വെബിനാർ അറ്റൻഡീസിന് വേണ്ടിയിട്ട് നമ്മുടെ RRB JE അതുപോലെ തന്നെ SSC JE കോഴ്സസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് യു ക്യാൻ കോൺടാക്ട് ഓൺ ഈ ഒരു സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ബാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ വേറെ ബ്രാഞ്ചസ് ആണ്. സോ കറക്റ്റ് ബ്രാഞ്ചസ് വേറെ ബ്രാഞ്ചസ് ഇന്ന് കയറി കണ്ട് അവർക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് കയറി കാണാൻ നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ.